എനിക്ക് എൻ്റെ ദുബായ് ജീവിതത്തിൽ 8ാമത്തെ ദിവസം തന്നെ എനിക്ക് ജോലി ശരിയായിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയും ഇംഗ്ലീഷും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നിർഭാഗ്യശാലി ഈ 2 ലാംഗ്വേജും എനിക്ക് 7 അയലക്കത്ത് കൂടി പോയിട്ടുള്ള പരിചയം എനിക്കില്ലതാണ്. ഇംഗ്ലീഷ് പറയുമ്പോൾ കേൾക്കാൻ മനസ്സിലാവും, എന്നാൽ ഇംഗ്ലീഷ് പറയാനും പറ്റും, പക്ഷേ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല. അത് ഭയങ്കര ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ. നമ്മളൊരു ജോലിക്കൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ ഇതൊരു വലിയ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ താമസിക്കുന്നത് ഒരു 9 ലേഡീസുള്ള ഒരു പാർട്ടീഷൻ റൂമിലാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ആഫ്രിക്കക്കാരോട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ വിടുന്നുണ്ടായിരുന്നു. എനിക്കൊരു ജോലി ആവശ്യമാണെന്നുള്ളത്. അത് കേട്ടിട്ടുള്ള പാകിസ്ഥാനി സിസ്റ്ററാണ് എനിക്ക് അവരുടെ ക്ലിനിക്കിലേക്ക്, സഭ മെഡിക്കൽ ക്ലിനിക്കിലേക്ക് ഒരു ജോലി ശരിയാക്കി തന്നത്. അപ്പോൾ ഞാനിന്ന് എൻ്റെ 8ാമത്തെ ദിവസമാണ് ദുബായിലേക്ക്. 8ാമത്തെ ദിവസത്തിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വരവാണ്. 8:30 ആയപ്പോൾ എനിക്ക് ജോലി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർ 8:30 ആയപ്പോൾ എന്നെ പറഞ്ഞു വിട്ടു നാളെ. പക്ഷേ അങ്ങനെ പറ്റത്തില്ല, 10 മണിക്കൂറാണ് എനിക്ക് ഡ്യൂട്ടി. 12 മണിയെങ്കിലും ആവും. ഇടയ്ക്ക് 3 മണിക്കൂർ ഫ്രീ ടൈം ഉള്ളതുകൊണ്ടാണ് രാത്രി 11:30-12 മണിയാവുമെന്ന് അവർ പറഞ്ഞത് കേട്ടോ. ശരിക്കും നാട്ടിലൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഞാൻ വളരെ പെട്ടെന്നാണ് ദുബായിൽ എത്തിപ്പെട്ടതും ഇതുപോലെ ജോലിക്ക് ഇങ്ങനെ തിരഞ്ഞ് നടന്നതും ഈ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒട്ടും പരിചയമില്ലാത്തൊരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഒട്ടും പരിചയമില്ല. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനിലുമാണ്. നല്ലതായാലും ചീത്തയായാലും പഠിച്ചോൻ എന്താണ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തുവായാലും ഞാൻ 2 കൈകൾ കൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ്. വരുന്നിടത്ത് കാണാം. ഞാൻ വന്നത് ശരിക്കും ഒരു ബിസിനസ് ആവശ്യത്തിനായിരുന്നു, നടന്നില്ല. ബാക്കി അടുത്ത വീഡിയോയിൽ.